ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് റിലേറ്റഡ് ഫാക്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം? ഓപ്ഷൻ സി ഇരവികുളമാണ് അല്ലേ. ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം എന്ന് പറയുന്നത് കേട്ടോ. ഇരവികുളത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1978 കേട്ടോ ഇരവികുളത്തെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അവിടെ സംരക്ഷിക്കുന്ന മൃഗം ഏതാണ്? ചോദിക്കാറുള്ളതാണ്. വരയാടാണ് കേട്ടോ. വരയാടാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷണ മൃഗം എന്ന് പറയുന്നത് ഏതാണ്? വരയാടാണ്. അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാലും അതെവിടെയാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓർത്തിരിക്കണേ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം എന്ന് പറയുന്നത്. 1978 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാടാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാലും അത് ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ് കേട്ടോ. നമ്മുടെ ആനമുടി, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? അത് ഇരവികുളത്താണ് അല്ലേ. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോലയാണ്. നമ്മൾ പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം ഏതാണ്? പാലക്കാട് സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലിയാണ് കേട്ടോ. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലാണ് അല്ലേ. എന്നാണ് സൈലന്റ് വാലിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം? ചോദിക്കാറുള്ളതാണ് കേട്ടോ. 1984 മസ്റ്റായിട്ട് പഠിക്കേണ്ട വർഷമാണ്. നമ്മുടെ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്നാണ്? 1984. നമ്മുടെ സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? നീലഗിരിയാണ് കേട്ടോ. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത് കേട്ടോ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ് അല്ലേ. കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. എന്നാൽ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? അത് തൂതപ്പുഴയാണ് കേട്ടോ. തൂതപ്പുഴയാണ്. ചോദിക്കാറുള്ളതാണ് കേട്ടോ. തൂതപ്പുഴ ചോദിച്ചിട്ടുള്ളതാണ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഏതാണ്? തൂതപ്പുഴയാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. ഇനി അടുത്തൊരു ഓപ്ഷൻ നോക്കൂ. ചിന്നാർ എന്ന് പറയുന്നത്. ചിന്നാർ ദേശീയോദ്യാനമാണോ? അല്ല അല്ലേ. നമുക്കറിയാം ചിന്നാർ എന്ന് പറയുന്നത് എന്താണ്? വന്യജീവി സങ്കേതമാണ് അല്ലേ. ചിന്നാർ എന്ന് പറയുന്നത് എന്താണ്? വന്യജീവി സങ്കേതമാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഈ ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ, മഗ്ഗർ മുതലകളൊക്കെ കാണപ്പെടുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണെന്ന്? എവിടെയാണ്? ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് കേട്ടോ കാണുന്നത്. അതുപോലെ തന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ്? ചിന്നാറാണ് അല്ലേ. കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ്? ചിന്നാറാണ്. ഈ ചിന്നാറിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാറാണ് കേട്ടോ. പാമ്പാറാണ്. ചിന്നാറിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാറാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, കടവാവലുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? കടവാവലുകൾ കാണപ്പെടുന്നത് അത് മംഗളവനം പക്ഷി സങ്കേതത്തിലാണ് കേട്ടോ. മംഗളവനം പക്ഷി സങ്കേതത്തിലാണ് കടവാവലുകൾ കാണപ്പെടുന്നത് കേട്ടോ. റീഡ് തവളകൾ കക്കയത്താണ് കേട്ടോ കാണപ്പെടുന്നത്. കക്കയത്ത്. മംഗളവനത്തിൽ എന്താണ്? കടവാവലുകളുടെ സാന്നിധ്യമുള്ളതാണ് മംഗളവനം പക്ഷി സങ്കേതം എന്ന് പറയുന്നത്. റീഡ് തവള എവിടെ കാണുന്നു? കക്കയത്ത് കാണപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കായലേത്? കേരളത്തിലെ ഏറ്റവും വലിയ കായലേത്? ഏതാണ്? ഓപ്ഷൻ ഡി വേമ്പനാട് കായലാണ് അല്ലേ. വേമ്പനാട് കായൽ ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ്? എറണാകുളം, അതുപോലെ തന്നെ കോട്ടയം, പിന്നെ ഏതാണ്? ആലപ്പുഴ. ഏതൊക്കെയാണ്? എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട് കായലാണ് കേട്ടോ. അതുപോലെ തന്നെ അവിടെ തന്നെയാണ് പാതിരാമണൽ ദ്വീപും വെല്ലിംഗ്ടൺ ദ്വീപും സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? വേമ്പനാട് കായലിലാണ്. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ. അഷ്ടമുടി കായൽ എന്ന് പറയുന്നത് എന്താണത്? നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അഷ്ടമുടി കായലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അഷ്ടമുടി കായൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ഏതാണ്? അഷ്ടമുടി കായലാണ് കേട്ടോ. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ഏതാണ്? അഷ്ടമുടി കായലാണ്. അതുപോലെ തന്നെ അവിടെ നടന്നിട്ടുള്ള ഒരു ദുരന്തമുണ്ട്, പെരുമൺ തീവണ്ടി ദുരന്തം എന്ന് പറയുന്നത് കേട്ടോ. പെരുമൺ തീവണ്ടി അപകടം, അത് ഏതാണ് വർഷം? 1988 ജൂലൈ 8-നാണ് കേട്ടോ. 1988 ജൂലൈ 8-നാണ്. ഇതൊക്കെ മുന്നേ PSC ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പെരുമൺ തീവണ്ടി അപകടം നടന്നത് എന്നാണ്? 1988 ജൂലൈ 8-നാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? അത് ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ് കേട്ടോ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണ്? ശാസ്താംകോട്ട തടാകമാണ്. ഈ അഷ്ടമുടി കായലും ശാസ്താംകോട്ട കായലും വേമ്പനാട് കായലും 2002 നമ്മുടെ റാംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള റാംസാർ കേന്ദ്രങ്ങളാണ് കേട്ടോ. 2002 അഷ്ടമുടി കായലും ശാസ്താംകോട്ട കായലും വേമ്പനാട് കായലും റാംസാർ പട്ടികയിൽ ഇടം നേടുന്നത് കേട്ടോ. എന്താണ് റാംസാർ ഉടമ്പടി എന്നാണ് നിലവിൽ വന്നത്? 1975 കേട്ടോ. 1975 റാംസാർ ഉടമ്പടി നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഏറ്റവും വലിയ ശുദ്ധജല തടാകം പഠിച്ചു, ശാസ്താംകോട്ട തടാകമാണ്. എന്നാൽ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോടാണ് കേട്ടോ. പൂക്കോട് തടാകമാണ് വയനാട്ടിലുള്ള പൂക്കോട് തടാകമാണ് ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത്. എന്നാൽ പറയൂ, വടക്കേ അറ്റത്തുള്ള കായൽ ഏതാണ്? കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കായൽ ഏതാണ് വടക്കേ അറ്റത്തുള്ളത്? ഉപ്പള കായലാണ് കേട്ടോ. വടക്കേ അറ്റത്തെ ഏതാണ്? ഉപ്പള കായലാണ്. തെക്കേ അറ്റത്തെ കായൽ ഏതാണ്? തെക്കേ അറ്റത്തെ വേളിയാണ് കേട്ടോ. തിരുവനന്തപുരത്തുള്ള വേളിയാണ് തെക്കേ അറ്റത്തെ കായൽ എന്ന് പറയുന്നത്. തെക്കേ അറ്റത്തെ തന്നെ ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് ഏതാണ്? തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം അത് വെള്ളായണിയാണ് കേട്ടോ. വെള്ളായണിയാണ്, തിരുവനന്തപുരത്തെ വെള്ളായണിയാണ് തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം. തെക്കേ അറ്റത്തെ കായൽ ഏതാണ്? വേളിയാണ്. വടക്കേ അറ്റത്തെ ഏതാണുള്ളത്? ഉപ്പള കായലാണ്. ഇനി ഈ ഭാഗത്തുനിന്ന് നമ്മൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ ഓരോ കായലിൻ്റെ ഷേപ്പുകൾ അത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഹൃദയത്തിൻ്റെ ഷേപ്പിൽ കാണപ്പെടുന്നത് ഏതാണ്? ഏത് തടാകമാണ്? ഹൃദയത്തിൻ്റെ മേപ്പാടിയാണ് കേട്ടോ. മേപ്പാടി, വയനാട്ടിലുള്ള മേപ്പാടിയാണ് ഹൃദയത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നത്. ഇന്ത്യൻ മാപ്പിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നതോ? ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് പൂക്കോട് തടാകമാണ് കേട്ടോ. പൂക്കോട് തടാകമാണ്. അതുപോലെ തന്നെ പനയോല അല്ലെങ്കിൽ നീരാളി അതിൻ്റെ ഷേപ്പിൽ കാണപ്പെടുന്നതോ? അത് അഷ്ടമുടി കായലാണ് കേട്ടോ. അഷ്ടമുടി കായലാണ്. ഇനി ഒന്നും കൂടി ഉണ്ട്, നമ്മുടെ എഫിൻ്റെ ആകൃതിയിൽ, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് അതേതാണ്? ശാസ്താംകോട്ട തടാകമാണ് കേട്ടോ. ശാസ്താംകോട്ട തടാകമാണ്. അത് ഓർത്തിരിക്കാൻ ഫ്രഷ് വാട്ടർ എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ശുദ്ധജല തടാകമാണല്ലോ നമ്മുടെ ശാസ്താംകോട്ട എന്ന് പറയുന്നത്. അപ്പോൾ എഫിൻ്റെ ആകൃതിയിൽ ഫ്രഷ് വാട്ടർ അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ളത് ഏതാണ്? മേപ്പാടിയാണ്. വയനാട്ടിലുള്ള മേപ്പാടിയാണ് ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം. ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലാണെങ്കിൽ പൂക്കോട് തടാകമാണ്. പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം ഏതാണ്? അഷ്ടമുടി കായലാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് ഏതാണ്? ശാസ്താംകോട്ട തടാകമാണ്. നമ്മൾ കേരളത്തിലെ കായലുകളുടെ എണ്ണം പറഞ്ഞില്ലേ, എത്രയാണ്? 34 കേട്ടോ. കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്നേറ്റി കായലിലാണ് കേട്ടോ. കന്നേറ്റി കായലിലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത്. അതുപോലെ തന്നെ ചോദിക്കാറുള്ളതാണ് നെഹ്റു വള്ളംകളി നടക്കുന്നത്. അതെവിടെ വെച്ചിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്? പുന്നമട കായലിൽ വെച്ചിട്ടാണ് കേട്ടോ. പുന്നമട കായലിൽ വെച്ചിട്ടാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ അയ്യങ്കാളി ട്രോഫി കാണപ്പെടുന്നത് എവിടെയാണ്? വെള്ളായണി കായലിലാണ് കേട്ടോ നടക്കുന്നത്. വെള്ളായണി കായലിലാണ് അയ്യങ്കാളി ട്രോഫി നടക്കുന്നത്. അതുപോലെ തന്നെ പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അത് അഷ്ടമുടി കായലിലാണ് കേട്ടോ. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അഷ്ടമുടി കായലിലാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങിയാലോ? ഇത് 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത. ഈ നമ്മുടെ സ്പോർട്സിൽ ഒരു വനിതാ സാന്നിധ്യം മിക്കവാറും ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ CPOൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും വനിതകളുടെ സാന്നിധ്യവുമായിട്ടൊരു ബന്ധപ്പെട്ടിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ട് പഠിക്കുക കേട്ടോ.
അപ്പോൾ കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ഏതാണ്? സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആരാണ്? PT ഉഷയാണ് അല്ലേ? പഠിച്ചിട്ട് പോവുക. കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആരാണ്? PT ഉഷയാണ്. വേറെ ഒരാളാണ് MD വത്സമ്മ. സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ MD വത്സമ്മ. എന്താണ് അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിത എന്ന ഒരു പദവിയാണ് അവർക്കുള്ളത്. MD വത്സമ്മ കേട്ടോ. ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിത ആരാണ്? MD വത്സമ്മയാണ്. എഴുതി വെച്ചോട്ടോ. നമ്മൾ ആ ഒരു ഭാഗം കംപ്ലീറ്റ് പറയുന്നുണ്ട്. പോയിന്റുകൾ എഴുതി നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളി വനിതയാണ് MD വത്സമ്മ. എന്നാൽ ആദ്യത്തെ മലയാളി പുരുഷൻ ആരാണ്? ആദ്യത്തെ മലയാളി വനിത നമ്മൾ MD വത്സമ്മ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളി പുരുഷൻ അതാരാണ്? TC യോഹന്നാൻ ആണ് കേട്ടോ. TC യോഹന്നാൻ ആണ്. അതിൻ്റെ കൂടെ തന്നെ എഴുതി വെക്കുക കേട്ടോ. ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളി വനിത MD വത്സമ്മ. ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളി പുരുഷനാരാണ്? TC യോഹന്നാൻ ആണ്. അതുപോലെ തന്നെ MD വത്സമ്മയുടെ പേരിൽ ഒരു റെക്കോർഡും കൂടി ഉണ്ട്. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഗോൾഡ് മെഡൽ നേടുന്ന രണ്ടാമത്തെ വനിതയാണ് കേട്ടോ. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഗോൾഡ് മെഡൽ നേടുന്ന രണ്ടാമത്തെ വനിതയാണ് നമ്മുടെ MD വത്സമ്മ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തേതും കൂടെ ആലോചിച്ചോ. കമൽജിത്ത് സന്ധു ആണ് കേട്ടോ ആദ്യത്തെ. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യത്തെ വനിത ആരാണ്? കമൽജിത്ത് സന്ധു ആണ്. രണ്ടാമത്തെ വനിത ആരാണ്? അത് MD വത്സമ്മയാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അഞ്ജു ബോബി ജോർജ് നോക്കാം കേട്ടോ. അഞ്ജു ബോബി ജോർജ് അവർ ഒരു എന്താ പറയുക, വല്ലാത്തൊരു സംഭവമാണ് അഞ്ജു ബോബി ജോർജ് എന്ന് പറയുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ജനിച്ചപ്പോഴേ അവർക്ക് ഒരു കിഡ്നി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് വെച്ചിട്ടാണ് അവർ കണ്ട എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് റെക്കോർഡുകൾ അവർ നേടിയിട്ടുള്ളത് ആ ഒരൊറ്റ കിഡ്നി വെച്ചിട്ടാണ് കേട്ടോ. നമുക്കിവിടെ 2 കൈയും 2 കാലും ഉണ്ടായിട്ട് നമുക്ക് മര്യാദയ്ക്കൊന്നും ചെയ്യാൻ പറ്റണില്ല അല്ലേ? നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊന്നും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവർ അത്രയും പരിമിതി ഉണ്ടായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ആഗ്രഹങ്ങളെല്ലാം അവർ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ല, ഹാർഡായിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത്? അഞ്ജു ബോബി ജോർജ് അല്ലേ? അഞ്ജു ബോബി ജോർജിന് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്നത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് കേട്ടോ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അഞ്ജു ബോബി ജോർജ് ആണ് കേട്ടോ. ഒന്നുകൂടെ പറയാം. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് അഞ്ജു ബോബി ജോർജ് എന്ന് പറയുന്നത്. എന്നാൽ ഒളിമ്പിക്സ് അത്ലറ്റിക്സിൻ്റെ സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഒളിമ്പിക്സ് അത്ലറ്റിക്സിൻ്റെ സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത അതാരാണ്? ഷൈനി വിൽസൺ ആണ് കേട്ടോ. കൂടാതെ ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ട് പതാക ഏന്തിയ ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചാലും അതാരാണ്? ഷൈനി വിൽസൺ ആണ്. കൂട്ടത്തിൽ നമ്മൾ ഒരാളെ കൂടെ ഓർത്തിരിക്കുക. കായിക രംഗത്തെ നേട്ടങ്ങൾക്ക് ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി അതാരാണ്? KM ബീനാമോളാണ് കേട്ടോ. KM ബീനാമോളാണ്, മറക്കരുത്. കായിക രംഗത്തെ നേട്ടങ്ങൾക്ക് ആദ്യമായിട്ട് ഖേൽരത്ന അവാർഡ് നേടിയിട്ടുള്ള മലയാളി അതാരാണ്? KM ബീനാമോളാണ്. ഇനി നമുക്ക് കറണ്ട് അഫെയർ നോക്കാം. അതിൽ നമ്മുടെ മിന്നുമണി, അതുപോലെ തന്നെ സഞ്ജന സജീവൻ, P മാളവിക, ഈ 3 പേരെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. P മാളവിക ഇപ്പം നമ്മുടെ CPOൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു പേരാണ്. അപ്പോൾ നമുക്കത് 3 നോക്കാം. മിന്നുമണീൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിത എന്നാണ് കേട്ടോ. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത എന്നാണ് മിന്നുമണി കേട്ടോ. മിന്നുമണി ഒരുപാട് വട്ടം റിപ്പീറ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അവരുടെ ജന്മദേശം ചോദിച്ചിട്ടുണ്ട്, പ്രദേശം ചോദിച്ചിട്ടുണ്ട്. വയനാട് സ്വദേശിയാണ് കേട്ടോ. വയനാട് സ്വദേശിയാണ്. അപ്പോൾ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിത ആരാണ്? മിന്നുമണിയാണ്. സ്വദേശം എവിടെയാണ്? വയനാടാണ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ രണ്ടാമത്തെ മലയാളി വനിതാ താരം ചോദിച്ചാൽ അതാരാണ്? സഞ്ജന സജീവനാണ് കേട്ടോ. സജന എന്ന് കാണുന്നുണ്ട്, സഞ്ജന എന്ന് കാണുന്നുണ്ട് കേട്ടോ. സജന സജീവനാണ് കേട്ടോ. ഇന്ത്യൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ രണ്ടാമത്തെ മലയാളി വനിതാ താരം ആരാണ്? സഞ്ജന സജീവനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ വന്ന ക്വസ്റ്റ്യൻ 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി വനിത അതാരാണ്? P മാളവികയാണ് കേട്ടോ. P മാളവികയാണ്.
2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി വനിത അതാരാണ്? പി മാളവികയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ 44ാമത്തെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേ, ആവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? ഏതിലാണ്? മുതിരമ്പുഴയിലാണ് കേട്ടോ. പള്ളിവാസൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുതിരമ്പുഴയിലാണ്. ഏതാണ് വർഷം? 1940 കേട്ടോ. പള്ളിവാസൽ ഓർത്തിരിക്കണേ, പള്ളിവാസൽ വർഷം ചോദിച്ചിട്ടുണ്ട്. 1940 കേട്ടോ. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആദ്യത്തെ നമ്മൾ പറഞ്ഞു പള്ളിവാസലാണ്. രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ചെങ്കുളമാണ് കേട്ടോ. ചെങ്കുളമാണ് രണ്ടാമത്തെ. ഏതാണ്? ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയാണ്. ആദ്യത്തേത് പള്ളിവാസൽ 1940 ചെങ്കുളം രണ്ടാമത്തെ ചെങ്കുളം ഓർത്തിരിക്കുക കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി, ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ് അല്ലേ? ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ഉൽപ്പാദന ശേഷി ചോദിക്കാറുണ്ട്. 780 780 മെഗാവാട്ടാണ് അതിൻ്റെ ഉൽപ്പാദന ശേഷി എന്ന് പറയുന്നത്. ഇടുക്കി അണക്കെട്ടിൻ്റെ രൂപീകരണത്തിൽ ഇന്ത്യയെ സഹായിച്ചിട്ടുള്ള രാജ്യം ചോദിക്കാറുള്ളതാണ്. അതേതാണ്? കാനഡയാണ് കേട്ടോ. കാനഡയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. അതിൻ്റെ ഉൽപ്പാദന ശേഷി എത്രയാണ്? 780 മെഗാവാട്ടാണ്. ഈ ഇടുക്കി അണക്കെട്ട് രൂപീകരിക്കാൻ ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ്? അത് കാനഡയാണ്. ഈ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്ഥിരമായിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? മൂലമറ്റമാണ് കേട്ടോ. മൂലമറ്റമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മൂലമറ്റമാണ്. സ്വകാര്യ മേഖലയിലെ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? സ്വകാര്യ മേഖലയിലെ 3 എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാണ്? മണിയാറ്, പിന്നെ ഏതാണ്? കൂത്തുങ്കൽ, പിന്നെ ഏതാണ്? ഉള്ളുങ്കൽ. അങ്ങനെ 3 എണ്ണമാണ് സ്വകാര്യ മേഖലയിലുള്ള ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്നത് കേട്ടോ. മണിയാറ്, കൂത്തുങ്കൽ, ഉള്ളുങ്കൽ എന്ന് പറയുന്നതാണ് കേട്ടോ. അതിൽ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ എന്ന് പറയുന്നത് കേട്ടോ. ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാറാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? കൂത്തുങ്കലാണ് കേട്ടോ. ആദ്യത്തേത് മണിയാറാണ്. ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? കൂത്തുങ്കലാണ്. ഓർത്തിരിക്കുക കേട്ടോ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി അത് കുറ്റ്യാടിയാണ് കേട്ടോ. കുറ്റ്യാടിയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഏതാണ്? കുറ്റ്യാടി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ് അല്ലേ. കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ഏതാണ്? കല്ലടയാണ്. ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക, നമ്മുടെ കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന്. ഏതാണ്? മാങ്കുളമാണ് കേട്ടോ. മാങ്കുളം കേരളത്തിൽ നിന്ന് സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? മാങ്കുളമാണ്. മലബാറിലെ ആദ്യത്തെ ഏതാണ്? കുറ്റ്യാടി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലട. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കിയാലോ. നീലവിപ്ലവം ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നീലവിപ്ലവം ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി മത്സ്യവുമായിട്ടാണ് കേട്ടോ. നീലവിപ്ലവം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മത്സ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പാലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ധവള വിപ്ലവമാണ് അല്ലേ. ധവള വിപ്ലവമാണ് പാലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. നെല്ലാണെങ്കിലോ ഹരിത വിപ്ലവമാണ് കേട്ടോ. നെല്ല്, ഗോതമ്പൊക്കെ ഏതാണ്? ഹരിത വിപ്ലവം. സിൽവർ വിപ്ലവം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സിൽവർ വിപ്ലവം മുട്ട, കോഴി, കോഴികളുടെ വളർത്തൽ, അതിനെക്കുറിച്ചൊക്കെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിപ്ലവമാണ് സിൽവർ വിപ്ലവം എന്ന് പറയുന്നത് കേട്ടോ. മഞ്ഞ വിപ്ലവമോ? മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കേട്ടോ. എണ്ണക്കുരുക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് മഞ്ഞ വിപ്ലവം എന്ന് പറയുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്?
ഓപ്ഷൻ സി AKG ആണ് അല്ലേ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AKG. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? ഓപ്ഷൻ ഡി വിഴിഞ്ഞമാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? ഓപ്ഷൻ എ കുമ്പളങ്ങിയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുമ്പളങ്ങി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി പീച്ചിയിലാണ് കേട്ടോ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയിലാണ്. നമ്മൾ ഈ ഭാഗം പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഓരോ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയെല്ലാം നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട് ഉള്ള കാര്യമാണ് കേട്ടോ. നമ്മളത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വീഡിയോ കണ്ട് പഠിച്ചവരുണ്ടാവുമേ, അവരോടാണ് പറയുന്നത്. അല്ലാത്തവരൊന്ന് കയറിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കയറി നോക്കുക കേട്ടോ. നമ്മൾ ആ ഒരു ഭാഗം അത്യാവശ്യം ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രിലിംസിന് എടുക്കാറായില്ലേ? കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ഓപ്ഷൻ എ മംഗളവനമാണ് കേട്ടോ. കേരളത്തിലെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത്. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് ഏതാണ്? ഓപ്ഷൻ സി സൈലന്റ് വാലിയാണ് അല്ലേ. അവിടെ എന്തുണ്ട്? വെടിപ്ലാവിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് അവ അവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായലാണ്. ഇവിടെ ഏക എന്ന് ഉദ്ദേശിച്ചത് ഏറ്റവും വലിയത് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ ഒന്ന് മാത്രമല്ല ശുദ്ധജല തടാകമായിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു പൂക്കോട് തടാകം ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഏക ശുദ്ധജല തടാകം എന്ന് ചോദിക്കുന്നത് അവിടെ ഏറ്റവും വലിയ എന്നുള്ള രീതിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ് അല്ലേ. 1940 പള്ളിവാസലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല. ഓപ്ഷൻ എ എറണാകുളമാണ് കേട്ടോ. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? എറണാകുളം. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏതാണ്? മറയൂരാണ് കേട്ടോ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏതാണ്? മറയൂരാണ്. കേരളത്തിൻ്റെ ആപ്പിൾ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിൻ്റെ ആപ്പിൾ നഗരം കാന്തല്ലൂരാണ് കേട്ടോ. കാന്തല്ലൂരാണ് കേരളത്തിൻ്റെ ആപ്പിൾ നഗരം ഏതാണ്? കാന്തല്ലൂരാണ്. ഓറഞ്ച് തോട്ടം എന്നറിയപ്പെടുന്നതോ? ഓറഞ്ച് തോട്ടം നെല്ലിയാമ്പതിയാണ് കേട്ടോ. നെല്ലിയാമ്പതിയാണ് ഓറഞ്ച് തോട്ടം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഊട്ടി റാണിപുരമാണ് കേട്ടോ. റാണിപുരമാണ് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് ഏതാണ്? റാണിപുരമാണ്. കേരളത്തിൻ്റെ മാങ്ങാ നഗരം ഏതാണ്? കേരളത്തിൻ്റെ മാങ്ങാ നഗരം മുതലമടയാണ് കേട്ടോ. മുതലമടയാണ്. പാലക്കാട്ടുള്ള മുതലമടയാണ് കേരളത്തിൻ്റെ മാങ്ങാ നഗരം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ വെളുത്തുള്ളി ഗ്രാമമോ? വെളുത്തുള്ളി വട്ടവടയാണ് കേട്ടോ. വട്ടവട. കേരളത്തിൻ്റെ വെളുത്തുള്ളി ഗ്രാമം ഏതാണ്? വട്ടവടയാണ്. അതുപോലെ തന്നെ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? രണ്ടാം ബർദോളി ചോദിക്കാറുള്ളതാണ്. രണ്ടാം ബർദോളിയൊക്കെ ഏതാണ്? പയ്യന്നൂരാണ് കേട്ടോ. പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് ഏതാണ്? പയ്യന്നൂര്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി പാലക്കാടാണ് കേട്ടോ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട്. ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിൻ്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി കബനിയാണ് അല്ലേ. ചുവടെ തന്നിട്ടുള്ളത് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനിയാണ്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഓപ്ഷൻ എ ചിങ്ങം 1. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ സി കൊല്ലം. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം. ഓപ്ഷൻ ബി
KM ബീനാമോളാണ് കേട്ടോ. ചുവടെ തന്നിട്ടുള്ളത് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി ആരാണ്? KM ബീനാമോൾ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം എവിടെയാണ്? ഓപ്ഷൻ ഡി തൃശ്ശൂരാണ് കേട്ടോ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂര്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? സ്ഥിരമായിട്ട് കണ്ടോ, എത്ര പ്രാവശ്യം ചോദിച്ചു അല്ലേ? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി പള്ളിവാസലാണ് കേട്ടോ. നമ്മുടെ പ്രിലിംസിനും ഇങ്ങനെ ഇത്രയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഹാർഡായിട്ടുള്ളതും വരാം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് കൂടുതൽ പ്രതീക്ഷിക്കാം നമുക്ക്. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? കേരളത്തിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? എത്രയാണ്? ഓപ്ഷൻ സി 4 കേട്ടോ. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓപ്ഷൻ ഡി തൃശ്ശൂരാണ് കേട്ടോ. കേരള ആരോഗ്യ സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂരാണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ കൂടുതലായിട്ട് പ്രതീക്ഷിക്കേണ്ടത് നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭ, മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഈ ഒരു ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, ഇതെല്ലാം നമുക്ക്, ഇലക്ഷൻ കമ്മീഷൻ, ഇതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല? യക്ഷഗാനം എവിടെയാണ്? ഓപ്ഷൻ ഡി കാസർഗോഡാണ് കേട്ടോ. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് എവിടെയാണ്? കാസർഗോഡ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതാണെന്ന് കണ്ടെത്തുക. ഏതാണ്? ഓപ്ഷൻ ബി പാമ്പാർ ആണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ് കേട്ടോ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ട കേട്ടോ. കൊടുങ്ങരംപള്ളം പുഴ ഏത് പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് SCRTയിലുള്ളൊക്കെ ഒരു ഭാഗമാണ് കേട്ടോ. കൊടുങ്ങരംപള്ളം പുഴ എന്ന് പറയുന്നത് അട്ടപ്പാടി പ്രദേശവുമായിട്ടാണ് കേട്ടോ ബന്ധപ്പെട്ടിരിക്കുന്നത്. കൊടുങ്ങരംപള്ളം പുഴ ഏത് പ്രദേശവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അട്ടപ്പാടി പ്രദേശവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഏതാണ്? ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഇടുക്കി. തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? തീരപ്രദേശമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ഓപ്ഷൻ ഡി 10%. തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 10% അല്ലേ. കേരളത്തിൻ്റെ തീരപ്രദേശ ദൈർഘ്യം എത്രയാണ്? 580 കേട്ടോ. 590 കാണപ്പെടുന്നുണ്ട് കേട്ടോ. 580 അല്ലെങ്കിൽ 590 ആണ് കേരളത്തിൻ്റെ തീരപ്രദേശ ദൈർഘ്യം എന്ന് പറയുന്നത് കേട്ടോ. കടൽ തീരമുള്ള ജില്ല എത്രണ്ണമാണ്? കടൽ തീരമുള്ള ജില്ലകൾ 9 കടൽ തീരമുള്ള ജില്ലകൾ എന്ന് പറയുന്നത് അല്ലേ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് എവിടെയാണ്? കണ്ണൂരാണ്. കണ്ണൂർ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. ഏറ്റവും കുറവോ? കൊല്ലമാണ്. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല ഏതാണ്? കൊല്ലമാണ്. കണ്ണൂര് ഏറ്റവും കൂടുതലാണ്. ഇടനാടിൻ്റെ എത്രയാണ്? കേരള ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട് എന്ന് പറയുന്നത്? 42% ഇടനാട്. ഇടനാട് എത്രയാണ്? 42%. മലനാട് എത്രയാണ്? 48% മലനാട് എന്ന് പറയുന്നത്. ബാക്കി 10% തീരപ്രദേശം. നമ്മൾ മലനാടും ഇടനാടും ഒക്കെ നോക്കിയിട്ടുള്ളതാണ്. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത്? കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഓപ്ഷൻ ബി കല്ലടയാർ ആണ് കേട്ടോ. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏതാണ്? കല്ലടയാർ. മലനാട് ഇല്ലാത്ത ജില്ല? മലനാട് ഇല്ലാത്ത ജില്ല ഏതാണ്? ഓപ്ഷൻ സി ആലപ്പുഴയാണ് അല്ലേ. മലനാടിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ജില്ല ഏതാണ്? ആലപ്പുഴ. പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം? പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം ഓപ്ഷൻ എ 2235 ചതുരശ്ര കിലോമീറ്റർ ആണ് പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാണ്?
NH 544 കേട്ടോ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എന്ന് പറയുന്നത്. ഈ NH 744 ആര്യങ്കാവ് ചുരത്തിലൂടെയാണ് കേട്ടോ. ആര്യങ്കാവ് നമ്മളിതെല്ലാം എടുത്തതാണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്നതാണ് NH 744 എന്ന് പറയുന്നത് അല്ലേ. NH 183 അത് കുട്ടിക്കാനം ചുരത്തിലൂടെയാണ് കേട്ടോ. കുട്ടിക്കാനം ചുരത്തിലൂടെ കടന്നു പോകുന്നതാണ്. കോട്ടയത്തുള്ള കുട്ടിക്കാനം ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 183 എന്ന് പറയുന്നത്. 544 പാലക്കാട്, 744 എവിടെയാണ്? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്നു. അതുപോലെ തന്നെ NH 85 ചോദിച്ചിട്ടുണ്ട്. NH 85 എവിടെയാണ്? ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്നതാണ് കേട്ടോ. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 85 ആണ്. പ്രാചീന ശിലായുഗത്തിനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം. പ്രാചീന ശിലായുഗത്തിനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം എവിടെയാണ്? ഓപ്ഷൻ ബി എടക്കൽ ഗുഹയാണ് കേട്ടോ. പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? എടക്കൽ ഗുഹ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? ഓപ്ഷൻ എ പള്ളിക്കരയിലാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പള്ളിക്കര. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി. ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹമാണ് കേട്ടോ. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാന പ്രക്ഷോഭം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം ശരിയാണ് കേട്ടോ. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടുംചോല. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തി. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജൻഗു. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല കുഫോസ് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ യോജിക്കാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് 1ഉം 4ഉമാണ് യോജിക്കാത്ത പ്രസ്താവന എന്ന് പറയുന്നത്. നമുക്ക് അത് വിടാം. കേരള മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത് എന്ന് പറയുന്നത്? പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? ജൻഗു ആണ്. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം ജൻഗു. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ് അല്ലേ. കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം എന്ന് പറയുന്നത്. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല കുഫോസ് എവിടെയാണ്? തിരുവനന്തപുരത്തല്ല, കൊച്ചിയിലാണ് അല്ലേ സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം കൊച്ചിയിലാണ് കുഫോസ് സ്ഥിതി ചെയ്യുന്നത്. ഈ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും പഠിക്കണം കേട്ടോ. ശരിയാക്കിയിട്ട് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും പഠിക്കണേ. ഗോദവർമ്മ രാജയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റാണ്. ഒക്ടോബർ 13 ഇദ്ദേഹത്തിന്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടി യത്നിച്ചു. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനയും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? ഗോദവർമ്മ രാജ. ഒക്ടോബർ 13 അദ്ദേഹത്തിന്റെ ജന്മദിനം. അത് എന്ത് ചെയ്യുന്നുണ്ട്? കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിച്ചു വരുന്നു. കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രയത്നിച്ചിട്ടുണ്ട്. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിന്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ഏതാണ്? PT ഉഷയാണ് അല്ലേ, ഷൈനി വിൽസൺ അല്ല.
ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി ആരാണ്? PR ശ്രീജേഷ് ആണ്. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിന്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടിയിട്ടുണ്ട്. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി. ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. 35 കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 2, 3 ശരിയായിട്ടുള്ളത്. നമുക്കറിയാം കോഴഞ്ചേരി പ്രസംഗം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? C. കേശവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കോഴഞ്ചേരി പ്രസംഗം എന്ന് പറയുന്നത് കേട്ടോ. 47 മുതുകുളം പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. 59 വിമോചന സമരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. 35 കോഴഞ്ചേരി പ്രസംഗം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? C. കേശവനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവം. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുതിരമ്പുഴ. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 2 മാത്രമാണ് ശരിയല്ലാത്തത്. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുതിരമ്പുഴ എന്നുള്ളത് തെറ്റാണ്. ശരിയായിട്ടുള്ളത് നോക്കാം. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. ഇതൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ. നമ്മുടെ ബേസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ഏതാണ്? കാനഡ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി 780 മെഗാവാട്ട്. ഇതിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ. 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. നമുക്ക് ശരിയായിട്ടുള്ളത് നോക്കാം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാറാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി എത്രയാണ്? 780 മെഗാവാട്ടാണ്. അതുപോലെ തന്നെ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുറ്റ്യാടിയാണ് അല്ലേ? നമ്മൾ പറഞ്ഞേ ഉള്ളൂ, കുറ്റ്യാടിയാണ്. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ഏതാണ്? ചൈനയാണ് കേട്ടോ, ചൈനയാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തുരിണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. 1ഉം 3ഉം തെറ്റാണ്. ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേതാണ്? ആന. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തുരിണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചെന്തുരിണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാറിലല്ല, പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ എവിടെ കാണുന്നു? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് കാണപ്പെടുന്നത്. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ് കേട്ടോ. പെരിയാർ വന്യജീവി സങ്കേതമാണ് തുടക്കത്തിൽ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് അറിയപ്പെട്ടിരുന്നത്. താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. 788 ശങ്കരാചാര്യർ ജനിക്കുന്നു. 1553 കൂനൻകുരിശു സത്യം. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസിരിസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു. ശരിയായത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. 1789 എന്താണ്? ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. 788 ശങ്കരാചാര്യർ ജനിക്കുന്നു. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസിരിസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു. ഇവിടെ തന്നിരിക്കുന്ന കൂനൻകുരിശ് സത്യം എന്നാണ് വർഷം? 1653 കേട്ടോ.
കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിലെ ഏക കന്റോൺമെന്റ് ആണ് കണ്ണൂർ. ഇതിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 2 മാത്രമാണ് ശരിയല്ലാത്തത്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ്. തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്നത് ഏതാണ്? കാസർഗോഡ്. കേരളത്തിലെ ഏക കന്റോൺമെന്റ് ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. 2, 3 ഇവിടെ ശരിയായിട്ടുള്ളത്. വേമ്പനാട് കായലിലെ പുന്നമട കായലിൽ എന്ത് ചെയ്യുന്നുണ്ട്? നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നുണ്ട്. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അഷ്ടമുടി കായലിനെ അറബിക്കടലുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എന്താണ്? നീണ്ടകര അഴിമുഖമാണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഏതാണ്? ഓപ്ഷൻ സി ദേശീയ ജലപാത 3 ആണ് കേട്ടോ. കൊല്ലം ടു കോട്ടപ്പുറം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? നെയ്യാറ്റിൻകര താലൂക്കിലാണ് കേട്ടോ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഓപ്ഷൻ ഡി ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയായിട്ടുള്ള ആനമുടി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഇടുക്കി ജില്ലയിൽ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിതാ കായിക താരം ആരാണ്? PT ഉഷയാണ് കേട്ടോ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിതാ കായിക താരം ആരാണ്? PT ഉഷ. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷമേത്? കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷമേത്? 2017. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി. ഓപ്ഷൻ ബി പാമ്പാർ ആണ്. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഓപ്ഷൻ സി ഭാരതപ്പുഴ. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഭാരതപ്പുഴ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരാണ്? നഞ്ചിയമ്മയാണ് അല്ലേ. നഞ്ചിയമ്മ. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിലാണ് ഉൾപ്പെടുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ദേശീയ ജലപാത 3 കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത്? കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത്? ഏതാണ്? ഓപ്ഷൻ ബി മാനാഞ്ചിറ തടാകമാണ് കേട്ടോ. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? മാനാഞ്ചിറ തടാകം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത്? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത്? ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് കേട്ടോ. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്നത് ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏത്? പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ്? NH 544 ആണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാടാണ്. തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക. തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക. ഏതാണ്? പെരിയാറാണ് അല്ലേ. കബനി, പാമ്പാർ, ഭവാനി എന്നിവ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇ-ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഇ-ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ ബി മലപ്പുറമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഇ-ലിറ്ററേറ്റ് ജില്ലയെ പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറം. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആര്? കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ സി ജോൺ ജോസഫ് മർഫിയാണ്.
കേരളത്തിൽ 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം. ഓപ്ഷൻ സി 1924 കേരളത്തിലെ 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളത്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. ഓപ്ഷൻ ഡി വയനാടാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? വയനാട്. അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം നമ്മുടെ പ്രിലിംസ് ബേസ് ആയിട്ടുള്ള കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഇത് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇനി അധികം ദിവസങ്ങളില്ല. നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആയെന്ന് നിങ്ങൾക്ക് മനസ്സിൽ തട്ടിയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു താങ്ക് യു എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക് യു.